ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ദാമ്പത്യ ജീവിതം എന്നത് കേവലം ശാരീരികമായ ഒരു കൂടിച്ചേരൽ മാത്രമല്ല, മറിച്ച് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സംഗമം കൂടിയാണ്. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് വിവാഹത്തെയും ദാമ്പത്യത്തെയും മതം വിശേഷിപ്പിക്കുന്നത്. പരസ്പര സ്നേഹവും കരുണയും സമാധാനവും വളർത്തുന്ന ഒരു ഉത്തമ കർമ്മമായിട്ടാണ് ശാരീരിക ബന്ധത്തെ ഇസ്ലാം കണക്കാക്കുന്നത്. ഇണകൾ തമ്മിലുള്ള പവിത്രമായ ഈ ബന്ധത്തിന് കൃത്യമായ മര്യാദകളും നിയമങ്ങളും ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. കേവലം വികാരശമനത്തിനപ്പുറം പ്രതിഫലാർഹമായ ഒരു ഇബാദത്തായി ഇതിനെ മാറ്റാൻ ഓരോ വിശ്വാസിക്കും സാധിക്കും. പരസ്പരമുള്ള തൃപ്തിയും സന്തോഷവും ദാമ്പത്യ ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ്. ബന്ധപ്പെടുന്നതിന് മുമ്പ് ഇണയെ അതിനായി മാനസികമായി തയ്യാറാക്കേണ്ടത് അനിവാര്യമാണ്. സ്നേഹപ്രകടനങ്ങളും കൊഞ്ചലുകളും ചുംബനങ്ങളും വഴി ഇണയുടെ താൽപ്പര്യം നേടിയെടുക്കാൻ മുൻഗണന നൽകണം. പങ്കാളിയുടെ താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടുമ്പോഴാണ് ആ ബന്ധം പൂർണ്ണമാകുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇണകൾക്കിടയിലുള്ള ഇത്തരം സ്നേഹപ്രകടനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ദൈവിക സ്മരണയോടെ വേണം ഏതൊരു കാര്യവും ആരംഭിക്കാൻ. ലൈംഗിക ബന്ധത്തിന് മുമ്പ് പ്രാർത്ഥന ചൊല്ലുന്നത് പിശാചിൽ നിന്നുള്ള സംരക്ഷണത്തിന് കാരണമാകുന്നു. ആ നിമിഷത്തിൽ ജനിക്കുന്ന കുഞ്ഞിനു പോലും പിശാചിൻ്റെ ശല്യമേൽക്കാതിരിക്കാൻ ഈ പ്രാർത്ഥന സഹായിക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വികാരങ്ങൾക്കിടയിലും സ്രഷ്ടാവിനെ മറക്കാതിരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇണകൾ തമ്മിൽ പൂർണ്ണമായ നഗ്നത കാണുന്നതിൽ വിരോധമില്ലെങ്കിലും ലജ്ജയും മര്യാദയും കാത്തുസൂക്ഷിക്കുന്നത് ഉത്തമമാണ്. ഒരു പുതപ്പിനടിയിൽ മറഞ്ഞിരുന്ന് ബന്ധപ്പെടുന്നത് കൂടുതൽ മാന്യമായ രീതിയാണ്. മാലാഖമാരുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ പൂർണ്ണമായ വിവസ്ത്രത ഒഴിവാക്കുന്നത് വിശ്വാസികൾക്കിടയിലെ സ്വഭാവ മര്യാദയായി കണക്കാക്കപ്പെടുന്നു. എങ്കിലും അനിവാര്യമായ ഘട്ടങ്ങളിൽ ശരീരം മറയ്ക്കാതിരിക്കുന്നത് നിഷിദ്ധമല്ല. സ്ത്രീകൾ ആർത്തവാവസ്ഥയിലോ പ്രസവരക്തം നിലയ്ക്കാത്ത സമയത്തോ ആയിരിക്കുമ്പോൾ ലൈംഗിക ബന്ധം പുലർത്തുന്നത് ഇസ്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇത് ആരോഗ്യപരമായ കാരണങ്ങളാലും മതപരമായ കൽപ്പനയാലും പാലിക്കപ്പെടേണ്ട കാര്യമാണ്. ഇത്തരം ഘട്ടങ്ങളിൽ ശാരീരിക ബന്ധം ഒഴിവാക്കി മറ്റു രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങൾ അനുവദനീയമാണ്. സ്ത്രീകളുടെ ശാരീരിക അവസ്ഥകളെ മാനിക്കുക എന്നത് പുരുഷന്റെ കടമയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മലദ്വാരം ഉപയോഗിക്കുന്നത് ഇസ്ലാമിൽ വലിയ തെറ്റായാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് പ്രകൃതി വിരുദ്ധവും നിഷിദ്ധവുമാണ്. അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ മാത്രമേ ബന്ധം പുലർത്താവൂ എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇണകൾക്കിടയിലുള്ള രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് കടുത്ത കുറ്റമാണ്. ദാമ്പത്യത്തിൻ്റെ സ്വകാര്യതകൾ ലോകത്തിനു മുന്നിൽ വിവരിക്കുന്നത് ഏറ്റവും മോശമായ സ്വഭാവമാണെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശുചിത്വം ഇസ്ലാമിൻ്റെ പകുതിയാണല്ലോ. ബന്ധപ്പെട്ടതിന് ശേഷം നിർബന്ധമായും കുളിച്ച് ശുദ്ധിയാകേണ്ടതുണ്ട്. കുളി നിർബന്ധമായ അവസ്ഥയിൽ നമസ്കാരം പോലെയുള്ള ആരാധനകൾ നിർവഹിക്കാൻ കഴിയില്ല. എന്നാൽ ഉടനെ കുളിക്കാൻ പ്രയാസമുള്ള സാഹചര്യമാണെങ്കിൽ വുദു എടുത്ത് വിശ്രമിക്കുന്നതിൽ തെറ്റില്ല. എങ്കിലും ശുദ്ധിയാകുന്നതിലാണ് ഏറ്റവും വലിയ പുണ്യമുള്ളത്. ദൈനംദിന ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും പങ്കാളിയുടെ ആവശ്യങ്ങൾ കണ്ടറിയാൻ വിശ്വാസികൾ തയ്യാറാകണം. പുരുഷനായാലും സ്ത്രീയായാലും പങ്കാളി ബന്ധത്തിന് ആവശ്യപ്പെട്ടാൽ ന്യായമായ കാരണങ്ങളില്ലാതെ അത് നിരസിക്കുന്നത് ശരിയല്ല. കുടുംബജീവിതത്തിലെ അച്ചടക്കവും സമാധാനവും നിലനിർത്താൻ ഇത് അത്യാവശ്യമാണ്. ലൈംഗിക താൽപ്പര്യങ്ങൾ വഴിതെറ്റാതിരിക്കാൻ ദാമ്പത്യത്തിലെ ഈ അച്ചടക്കം സഹായിക്കുന്നു. കുട്ടികൾ കാണാനിടയുള്ള സാഹചര്യങ്ങളിൽ ലൈംഗിക ബന്ധം ഒഴിവാക്കാൻ അതീവ ജാഗ്രത പാലിക്കണം. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ദമ്പതികളുടെ സ്വകാര്യതയിലേക്ക് നോക്കാൻ ഇടവരരുത്. മാതാപിതാക്കളുടെ കിടപ്പറയിലേക്ക് പ്രവേശിക്കുന്നതിന് മക്കൾക്ക് അനുവാദം ചോദിക്കേണ്ട സമയങ്ങൾ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും മാനസിക വളർച്ചയിലും വലിയ സ്വാധീനം ചെലുത്തുന്നു. ഇസ്ലാം ശാരീരിക ബന്ധത്തെ ഒരു പാപമായിട്ടല്ല കാണുന്നത്, മറിച്ച് അത് ഒരു അനുഗ്രഹവും ഇബാദത്തുമാണ്. ഹറാമായ വഴികളിൽ നിന്ന് വിട്ടുനിന്ന് അനുവദനീയമായ രീതിയിൽ ഇണയോടൊപ്പം സമയം ചിലവഴിക്കുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഇണയോടുള്ള കരുണയും വിട്ടുവീഴ്ചയും ലൈംഗിക ജീവിതത്തിലും പ്രതിഫലിക്കണം. പരസ്പരം സംതൃപ്തിപ്പെടുത്തുക എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു വഴി കൂടിയാണ്. സഹാബിമാരുടെ ജീവിതത്തിലും ഇത്തരം കാര്യങ്ങൾ വലിയ ഗൗരവത്തോടെ തന്നെയാണ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്.
ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകുന്ന ഒരു കുടുംബത്തിൽ മാത്രമേ സമാധാനവും അള്ളാഹുവിൻ്റെ ബറക്കത്തും ഉണ്ടാവുകയുള്ളൂ. ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ അവഗണിക്കുകയല്ല, മറിച്ച് അവയെ സുരക്ഷിതവും മാന്യവുമായ രീതിയിൽ വിനിയോഗിക്കുകയാണ് വേണ്ടത്. ഈ മര്യാദകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ദമ്പതികൾക്ക് അള്ളാഹു ഇഹലോകത്തും പരലോകത്തും നേട്ടങ്ങൾ നൽകും. ഹലാലായ രീതിയിലുള്ള ഓരോ പ്രവൃത്തിയും ധർമ്മമായി പരിഗണിക്കപ്പെടുമെന്നത് ഇസ്ലാമിലെ വലിയൊരു പ്രത്യേകതയാണ്. ലൈംഗിക ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നതും അതിലെ മര്യാദകൾ പാലിക്കുന്നതും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ്. ദമ്പതികൾ അവരുടെ സ്വകാര്യ മുറിയിൽ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ അങ്ങേയറ്റം സന്തോഷകരവും സ്നേഹനിർഭരവുമായിരിക്കണം. ഇസ്ലാം കുടുംബജീവിതത്തിന് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. ദമ്പതികൾ തമ്മിലുള്ള സംസാരവും പെരുമാറ്റവും വെറും ശാരീരിക തലത്തിൽ മാത്രം ഒതുങ്ങാതെ ആഴത്തിലുള്ള ആത്മബന്ധമായി മാറണം. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തും സന്തോഷങ്ങൾ പങ്കുവച്ചും വേണം കിടപ്പറയിലെ നിമിഷങ്ങൾ ധന്യമാക്കാൻ. ഭാര്യയും ഭർത്താവും തങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിൽ സംസാരിക്കുമ്പോൾ വാക്കുകളിൽ സ്നേഹവും ആർദ്രതയും നിറയണം. പകൽ സമയത്തെ ജോലി തിരക്കുകളും മാനസിക വിഷമങ്ങളും പങ്കുവയ്ക്കാനും പരസ്പരം ആശ്വസിപ്പിക്കാനും ഈ സമയം വിനിയോഗിക്കാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇണകളുമായി വളരെ രസകരമായും സ്നേഹത്തോടെയും സംസാരിക്കാറുണ്ടായിരുന്നു. തമാശകൾ പറയുന്നതും പഴയ നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതും ദാമ്പത്യബന്ധത്തിന് പുതിയ ഊർജം നൽകും. പരസ്പരം പ്രശംസിക്കുന്നത് പങ്കാളിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പങ്കാളിയുടെ രൂപത്തെയോ സ്വഭാവത്തെയോ ചെയ്യുന്ന കാര്യങ്ങളെയോ അഭിനന്ദിക്കാൻ മടി കാണിക്കരുത്. സ്നേഹപ്രകടനങ്ങൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ പെരുമാറ്റത്തിലും ഉണ്ടാകണം. ചെറിയ തമാശകളും കളികളും ദമ്പതികൾക്കിടയിൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതുമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബിയുമായി ഓട്ടമത്സരം നടത്തിയ ചരിത്രം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ലൈംഗിക ബന്ധത്തിന് മുന്നോടിയായി നടത്തുന്ന സംസാരങ്ങളും പ്രകടനങ്ങളും വളരെ പ്രധാനമാണ്. പെട്ടെന്നൊരു ശാരീരിക ബന്ധത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുൻപേ ഇണയുടെ മനസ്സിനെ സ്നേഹ സംസാരങ്ങളിലൂടെയും താലോടലുകളിലൂടെയും പാകപ്പെടുത്തിയെടുക്കണം. പങ്കാളിയുടെ താൽപ്പര്യങ്ങൾക്കും വികാരങ്ങൾക്കും മുൻഗണന നൽകുന്നതിലൂടെ മാത്രമേ ദാമ്പത്യം പൂർണ്ണമാകൂ. സ്വന്തം സുഖത്തിന് മാത്രം മുൻഗണന നൽകാതെ ഇണയുടെ സംതൃപ്തി കൂടി ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം. കിടപ്പറയിലെ രഹസ്യങ്ങൾ മുറിക്കുള്ളിൽ തന്നെ നിലനിൽക്കണം എന്ന കാര്യത്തിൽ വലിയ നിർബന്ധമുണ്ട്. പരസ്പരമുള്ള കുറവുകളോ ശാരീരികമായ പ്രത്യേകതകളോ പുറത്തുള്ളവരോട്, അത് അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പോലും വിവരിക്കുന്നത് കടുത്ത പാപമാണ്. വിശ്വസ്തതയാണ് ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനം. ഈ വിശ്വാസം നിലനിർത്തുമ്പോഴാണ് ദമ്പതികൾക്കിടയിൽ കൂടുതൽ ആത്മബന്ധം വളരുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും മതപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നതും കുടുംബത്തിൽ ബർക്കത്ത് നൽകും. ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആൻ ഓതുന്നതോ ദിക്റുകൾ ചൊല്ലുന്നതോ ഒക്കെ മുറിയിൽ സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കും. ഇഹലോകത്തെ സ്നേഹം പരലോകത്തും നിലനിൽക്കുന്ന ഒന്നായി മാറ്റാൻ ഇത്തരം ആത്മീയ നിമിഷങ്ങൾ സഹായിക്കും. പരസ്പരം കേൾക്കാൻ തയ്യാറാകുക എന്നത് വലിയൊരു ഗുണമാണ്. പങ്കാളി സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കുകയും ഉചിതമായ മറുപടികൾ നൽകുകയും വേണം. കുറ്റപ്പെടുത്തലുകളോ പരിഹാസമോ ഇല്ലാത്ത സംസാരമാണ് ദമ്പതികൾക്കിടയിലുണ്ടാവേണ്ടത്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ മാന്യമായി ചൂണ്ടിക്കാണിക്കുകയും പുറത്തു കൊടുക്കുകയും വേണം. ഭാര്യയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകൾ പരിഗണിച്ചു വേണം ഭർത്താവ് പെരുമാറാൻ. അവൾക്ക് ക്ഷീണമോ പ്രയാസമോ ഉള്ളപ്പോൾ നിർബന്ധപൂർവമായ സമീപനം ഒഴിവാക്കി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ ഭർത്താവിന് കഴിയണം. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവനെ സന്തോഷിപ്പിക്കാൻ ഭാര്യയും പരിശ്രമിക്കണം. ഇങ്ങനെയുള്ള വിട്ടുവീഴ്ചകളാണ് ഉത്തമമായ ദാമ്പത്യം കെട്ടിപ്പടുക്കുന്നത്. മക്കൾക്ക് മാതൃകയാകുന്ന രീതിയിൽ ഉത്തമമായ സ്വഭാവം ദമ്പതികൾ ശീലിക്കണം. നേരിട്ട് കാണുന്നില്ലെങ്കിലും മാതാപിതാക്കൾ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം മക്കളുടെ മാനസിക വളർച്ചയെ സ്വാധീനിക്കും. ശുദ്ധിയുള്ള ശരീരത്തോടും വസ്ത്രത്തോടും കൂടി ഇണയെ സമീപിക്കുന്നത് പരസ്പരം താൽപ്പര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുചിത്വത്തിന് അത്രമേൽ പ്രാധാന്യം നൽകിയിരുന്നു. ചുരുക്കത്തിൽ ദാമ്പത്യമുറി എന്നത് രണ്ട് വ്യക്തികൾ പരസ്പരം അറിഞ്ഞും സ്നേഹിച്ചും കഴിയേണ്ട ഇടമാണ്. അവിടെ നിയമങ്ങളെക്കാൾ കൂടുതൽ സ്നേഹത്തിന് പ്രാധാന്യം നൽകുക. അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്ന ദമ്പതികൾക്ക് അള്ളാഹു അവൻ്റെ പ്രത്യേക കാരുണ്യം ചൊരിഞ്ഞു നൽകും. ലൈംഗികത എന്നത് കേവലം ഒരു ജൈവിക പ്രക്രിയ മാത്രമല്ല,
മറിച്ച് ശരീരത്തിലെ ഹോർമോണുകളും നാഡീവ്യൂഹങ്ങളും വികാരങ്ങളും ഒത്തുചേരുന്ന സങ്കീർണമായ ഒരവസ്ഥയാണ്. ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഇണകൾ തമ്മിലുള്ള സല്ലപിക്കലും ശാരീരിക ബന്ധവും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ലൈംഗിക ബന്ധത്തിലും അതിനു മുന്നോടിയായുള്ള സംസാരങ്ങളിലും ഏർപ്പെടുമ്പോൾ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിനെ സ്നേഹ ഹോർമോൺ എന്നാണ് ശാസ്ത്രം വിളിക്കുന്നത്. ഇത് ദമ്പതികൾക്കിടയിൽ വിശ്വാസവും സുരക്ഷിത ബോധവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പങ്കാളിയെ സ്പർശിക്കുമ്പോഴും ആലിംഗനം ചെയ്യുമ്പോഴും ഈ ഹോർമോണിൻ്റെ അളവ് കൂടുകയും അത് മനസ്സിലെ ആശങ്കകളെ അകറ്റി സമാധാനം നൽകുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാന ഘടകം ഡോപ്പാമിൻ എന്ന ഹോർമോണാണ്. സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടുമ്പോൾ തലച്ചോർ പുറപ്പെടുവിക്കുന്ന ഈ രാസവസ്തു ദമ്പതികൾക്കിടയിലെ ആകർഷണം നിലനിർത്താൻ സഹായിക്കുന്നു. പങ്കാളിയുമായി നല്ല രീതിയിൽ സംസാരിക്കുകയും തമാശകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് തലച്ചോറിലെ ഈ റിവാർഡ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കും. ഇത് പങ്കാളിയോടുള്ള സ്നേഹവും താൽപ്പര്യവും ദീർഘകാലം നിലനിൽക്കാൻ കാരണമാകുന്നു. ശാസ്ത്രീയമായി നോക്കുമ്പോൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ലൈംഗിക താൽപ്പര്യങ്ങളും പ്രതികരണ രീതികളും വ്യത്യസ്തമാണ്. പുരുഷന്മാർ പെട്ടെന്ന് ശാരീരികമായി ഉത്തേജിതരാകുമ്പോൾ സ്ത്രീകൾക്ക് അതിന് കൂടുതൽ സമയവും മാനസികമായ തയ്യാറെടുപ്പും ആവശ്യമാണ്. ഇതിനെയാണ് ശാസ്ത്രം അറൗസൽ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ബന്ധപ്പെടുന്നതിന് മുൻപ് ദീർഘനേരം സല്ലപിക്കണമെന്നും സ്നേഹപ്രകടനങ്ങൾ നടത്തണമെന്നും പറയുന്നത്. ഇത് സ്ത്രീയുടെ ശരീരം ബന്ധത്തിന് സജ്ജമാകാനും വേദനയില്ലാത്ത സുഖകരമായ അനുഭവം നൽകാനും സഹായിക്കുന്നു. ശാരീരിക ബന്ധം രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ബന്ധത്തിന് ശേഷം ശരീരത്തിൽ എൻഡോർഫിൻ എന്ന രാസവസ്തു പുറപ്പെടുവിക്കപ്പെടുന്നു. ഇത് സ്വാഭാവികമായ ഒരു വേദനസംഹാരിയായി പ്രവർത്തിക്കുകയും നല്ല ഉറക്കം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ദമ്പതികൾക്കിടയിലുള്ള നല്ലൊരു ശാരീരിക ബന്ധം അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ പങ്കാളിയുമായുള്ള തുറന്ന സംസാരത്തിന് സാധിക്കും. കിടപ്പറയിൽ വെച്ച് ജോലിയെക്കുറിച്ചോ മറ്റു ടെൻഷനുകളെക്കുറിച്ചോ സംസാരിക്കാതെ പരസ്പരമുള്ള സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് ദമ്പതികൾക്ക് കൂടുതൽ ഉന്മേഷവും സന്തോഷവും നൽകുന്നു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശാരീരിക പ്രത്യേകതകളെക്കുറിച്ച് കൃത്യമായ അറിവ് നേടുന്നത് ലൈംഗിക ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കും. പങ്കാളിയുടെ ശരീരത്തിലെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ചറിയുന്നതും അതിനനുസരിച്ച് പെരുമാറുന്നതും ശാസ്ത്രീയമായ രീതിയാണ്. വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ മടി കാണിക്കാതെ ഇണയോട് സംസാരിക്കുന്നത് ബന്ധത്തിലെ വിള്ളലുകൾ ഒഴിവാക്കാൻ സഹായിക്കും. വൃത്തിയുള്ള അന്തരീക്ഷവും സുഗന്ധവും ലൈംഗിക താൽപ്പര്യം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. മൂക്കിലെ ഘ്രാണശക്തിക്ക് തലച്ചോറിലെ വികാരങ്ങളെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നല്ല സുഗന്ധം ഉപയോഗിക്കുന്നതും ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതും പങ്കാളിക്ക് നിങ്ങളോട് കൂടുതൽ അടുപ്പം തോന്നാൻ കാരണമാകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഗന്ധത്തിന് നൽകിയ പ്രാധാന്യം ഇവിടെ ശാസ്ത്രീയമായും ശരിയാണെന്ന് കാണാം. ആർത്തവ കാലഘട്ടത്തിൽ ശാരീരിക ബന്ധം ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തിനു പിന്നിലും ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട്. ആ സമയത്ത് ഗർഭാശയഗളം തുറന്നിരിക്കുന്നതിനാൽ അണുബാധയുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇണകൾ തമ്മിലുള്ള ശാരീരിക ശുചിത്വം പാലിക്കുന്നതിലൂടെ ലൈംഗിക രോഗങ്ങളെയും അണുബാധകളെയും തടയാൻ സാധിക്കും. പരസ്പര ബഹുമാനത്തോടെയും അറിവോടെയും സമീപിക്കുമ്പോൾ ദാമ്പത്യ ജീവിതം ശാസ്ത്രീയമായും മതപരമായും പൂർണ്ണതയിലെത്തുന്നു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആവശ്യങ്ങളെ ശാസ്ത്രീയമായി മനസ്സിലാക്കി പെരുമാറുന്ന ദമ്പതികൾക്ക് കൂടുതൽ ദൃഢമായ ബന്ധം കെട്ടിപ്പടുക്കും. ഇസ്ലാമിക അധ്യാപനങ്ങളും ശാസ്ത്രീയ സത്യങ്ങളും പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്ന മനോഹരമായ ഒരു സമന്വയമാണ് ദാമ്പത്യ ജീവിതത്തിൽ ദർശിക്കാൻ സാധിക്കുന്നത്. സ്രഷ്ടാവായ അള്ളാഹു നിശ്ചയിച്ച പരിധികൾ പാലിക്കുന്നതിലൂടെ കേവലം വികാരശമനത്തിനപ്പുറം മാനസികവും ശാരീരികവുമായ വലിയൊരു ആരോഗ്യ സുരക്ഷയാണ് മനുഷ്യന് ലഭിക്കുന്നത്. മതം പഠിപ്പിക്കുന്ന ശുചിത്വ മര്യാദകളും ബന്ധത്തിനു മുമ്പുള്ള സ്നേഹപ്രകടനങ്ങളും ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഹോർമോൺ സന്തുലിതാവസ്ഥയ്ക്കും അണുബാധകൾ തടയുന്നതിനും അത്യന്താപേക്ഷിതമാണെന്ന് കാണാം. ഈ പൊരുത്തം ദാമ്പത്യത്തെ കൂടുതൽ പവിത്രവും ശാസ്ത്രീയമായി സുരക്ഷിതവുമാക്കുന്നു. മനസ്സും ശരീരവും ഒരുപോലെ സംതൃപ്തമാകുന്ന ഒരവസ്ഥയെയാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്.
പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്നേഹപൂർണമായ പെരുമാറ്റ രീതികൾ തലച്ചോറിലെ സന്തോഷദായകമായ രാസവസ്തുക്കളെ ഉത്തേജിപ്പിക്കുകയും ദമ്പതികൾക്കിടയിലെ പിരിമുറുക്കം കുറയ്ക്കുകയും ചെയ്യുന്നു. ശാസ്ത്രം പറയുന്ന മാനസികാരോഗ്യവും മതം വിഭാവനം ചെയ്യുന്ന കുടുംബ ഭദ്രതയും ഇവിടെ ഒരേ ബിന്ദുവിൽ സംഗമിക്കുന്നു. ഇണയോടുള്ള കരുണയും സ്നേഹവും അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുള്ള കർമ്മമായി മാറുന്നിടത്ത് ദാമ്പത്യം ഒരു ഉന്നത സംസ്കാരമായി വളരുന്നു. രഹസ്യങ്ങൾ സൂക്ഷിക്കണമെന്ന മതപരമായ കൽപ്പന ദമ്പതികൾക്കിടയിലെ പരസ്പര വിശ്വാസത്തെയും സുരക്ഷിത ബോധത്തെയും ബലപ്പെടുത്തുന്നു. ശാസ്ത്രീയമായി ചിന്തിച്ചാൽ സ്വകാര്യതകൾ സംരക്ഷിക്കപ്പെടുന്നത് ദമ്പതികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ബന്ധത്തിൻ്റെ തീവ്രത നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ആർത്തവകാലത്തെ നിയന്ത്രണങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ മതവും ശാസ്ത്രവും ഒരേപോലെ സ്ത്രീയുടെ ശാരീരിക സുസ്ഥിതിക്ക് മുൻഗണന നൽകുന്നത് ശ്രദ്ധേയമാണ്. പ്രകൃതിപരമായ ഈ നിയമങ്ങൾ പാലിക്കുന്നതുവഴി കുടുംബത്തിൽ ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിൽക്കുന്നു. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത് ഒരു വിശ്വാസിയെ ശാരീരികമായും മാനസികമായും കൂടുതൽ കരുത്തനാക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകകൾ പിന്തുടരുന്നതിലൂടെ സമാധാനപൂർണമായ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും. ശാസ്ത്രം പുതിയ കണ്ടെത്തലുകളിലൂടെ സ്ഥിരീകരിക്കുന്ന പല കാര്യങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മതം വിശ്വാസികൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. ആത്മീയതയും ശാസ്ത്രീയ ബോധവും ഉൾക്കൊണ്ട് പങ്കാളിയെ സ്നേഹിക്കുന്നവർക്ക് ഇഹലോകത്ത് സമാധാനവും പരലോകത്ത് മഹത്തായ പ്രതിഫലവും ലഭിക്കുമെന്നതിൽ സംശയമില്ല.